ചെമ്മീൻ ഞാൻ അരവലിട്ടിട്ട് ചട്ടി കഴുകി വെച്ചിട്ടുണ്ട്. ചെമ്മീൻ കറിയൊക്കെ കാര്യം എനിക്ക് മറന്നുപോയി. ചെമ്മീൻ അരവലിട്ട് പെരക്കി വെച്ചിട്ടുണ്ടല്ലേ. അല്ല ഇനി അരവിടണം അത്ര. ജസ്റ്റ് ഒരു മഞ്ഞപ്പൊടിയും കുറച്ച് ഇത് ഇട്ടിട്ട് വെച്ചാൽ കേട്ടോ. ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പാൽ വെച്ച് വെക്കാനല്ലേ. അതൊന്ന് കഴുകാം. നല്ല മഴയാണ്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. മഴയത്താണെ പുറത്തിറങ്ങാണ്ട് മണ്ട. ഉള്ളിയുടെ ചൂടി കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് കഴുകട്ടെ. ഉള്ളിയും തക്കാളിയും ഇഞ്ചി വേണ്ടണേ. ഇഞ്ചി വേണ്ട, എനിക്ക് ഇഷ്ടമല്ല ഇഞ്ചി ചോയ. ഇഞ്ചി ഇഷ്ടമല്ല. ഇഞ്ചി ഇഷ്ടമില്ലാത്ത തേങ്ങാപ്പാൽ വയ്ക്കുന്നതിൽ വേണ്ട വേണ്ട. എൻ്റെ അമ്മ ഓർമ്മ വേണ്ട. അച്ഛന് വിശക്കുന്നുണ്ടാവും. ടൈം ഒരുപാടായി. എന്താ കളിപ്പൂച്ചേ? എൻ്റെ മോളെ എൻ്റെ ചെമ്മീൻ പൊക്കാൻ എത്ര സമയം കളിച്ചെന്നറിയാം. വരക്കെ ചോദറല്ലോ. പച്ചപ്പറങ്ങി മുറിക്കട്ടെ. മഴ വരുന്നുണ്ട്. മഴ ചെമ്മീനിലേക്ക് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. നല്ല നാടൻ പച്ചമുളക്, നാടൻ ചെമ്മീൻ കറി. ചെമ്മീനിലേക്ക് പച്ചമുളക് ചേർത്ത് ഉള്ളി മുറിച്ചുണ്ട്. ഉള്ളി മുറിച്ചൂടാ. സിമ്പിളാക്കാന്നാ. തക്കാളി ഇങ്ങനെ മുറിച്ച് അങ്ങനെ കേട്ടോ. സമയം പാടായി. 1 മണി കഴിഞ്ഞു. കുഴപ്പമില്ല. കള്ളപ്പം തിന്നിട്ടേ. കള്ളപ്പം തിന്നെ വിശപ്പൊന്നുമില്ല. ഇതാട്ടം തിന്നോ കള്ളപ്പം? തിന്നു. കറിവേപ്പില്ലേ എന്നാ വേണ്ടെന്ന് അറിയാം. കാക്കേ കള്ളപ്പം എടുത്ത് ഇങ്ങോട്ട് മാറ്റിയാ. എന്നാണ് വേണ്ടെന്ന് അറിയാം. അപ്പോൾ മല്ലിപ്പൊടി ഇട്ടു. മല്ലിപ്പൊടി ഇട്ടിട്ട് എന്നാ വേണ്ടത്? കുറച്ച് മഞ്ഞപ്പൊടിയിലേക്ക് ചെമ്മീനിലേക്ക് ഇട്ടു. നേരത്തെ കുറച്ച് ഇട്ടിനെ, പക്ഷേങ്കിൽ പോരെ. മഞ്ഞപ്പൊടി ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മുളക് പൊടി ആവശ്യത്തിന് കേട്ടോ. ഓക്കെ. നല്ല എരിവില്ല മുളകാണ്. എന്നാ വേണ്ട വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പൈസ വെളിച്ചെണ്ണക്ക് പൈസ കൊടുക്കണം. തേങ്ങക്ക് ഒരു തേങ്ങക്ക് 30 രൂപയിലുണ്ട്. തേങ്ങയില്ല. നല്ലോണം ചൂടാക്കി എടുക്കാം കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, അത് നമ്മുടെ നാട്ടിലെ കൊത്തമ്പാരിപ്പൊടിയും പറങ്കിപ്പൊടിയും അല്ലേ. കൊത്തമ്പാരിയും പറങ്കി ചൂടാക്കി എടുക്കുക. മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടേ. ചൂടാക്കി നന്നായി ചൂടായി. ആ പച്ചമുളക് മാറുന്നവരൊന്ന് വരച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ചൂടാവട്ടെ. ഇതിലേക്ക് പച്ച എൻ്റെ മോൾ ഇതിനടുത്ത് വെള്ളം കയറിയിട്ട് എവിടെയേ നമ്മ രാജരാജേശ്വരി ക്ഷേത്ര അമ്പലത്തിൻ്റെ അതിലേ കൂടെ വരല്ലേ. എന്നിട്ട് വെള്ളാവ് വഴി വരുമ്പോ ഫുള്ള് വെള്ളം. ഒന്നും പറയണ്ട. ഞാനശെങ്കിൽ പറയും വെള്ളം കയറിയെങ്കിൽ പോകണ്ടല്ലോ. ഒരു ദിവസം വരുമ്പോ നല്ല വെള്ളം ഞാൻ കഴിഞ്ഞ വൈകുന്നേരം 5-6 മണി 6:30 കഴിഞ്ഞു. അവര് പറഞ്ഞു ഇങ്ങോട്ട് പോകാൻ കഴിയില്ല, നല്ല വെള്ളാന്ന്, വണ്ടി ഓഫ് ആവും പറഞ്ഞു. നമ്മന്റെ ആടുന്ന ഒരായിട്ട് നമുക്ക് വേറെ ആള് ആ വഴി പോകണോണ്ട് അവരെ വഴിയെ നമ്മ പോയി പോയിട്ട് ഇപ്പുറത്ത് നമുക്ക് അതേപോലെ വെള്ളം വേറെ സ്ഥലത്ത്.
നമുക്ക് വഴി എന്നിട്ട് എങ്ങനെ നമ്മൾ ഇങ്ങനെ ഇവിടെ എത്തി? നമുക്ക് വരാനതിന് വഴി അറിയണ്ടേ? മതിയണേ മൂക്കിൽ കയറുന്നു മുളക്. ആയിട്ടാണ് കഥ പറഞ്ഞ കാലത്ത് ഇതിലേക്ക് തട്ടിക്കൊടുക്കേ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാമല്ലോ. ഉപ്പിടട്ടെ കുറച്ച്. ഉപ്പിടാൻ മറന്നു. കല്ലുപ്പാടുന്നു. കല്ലുപ്പ നല്ല ഉപ്പിട്ട് കൊടുത്തിട്ടേ നല്ലോണം ഇളക്കി കൊടുക്കണം. കുരുമുളക് ഇടണം അതിനുള്ളിൽ. വെറൈറ്റി റെസിപ്പിയാണല്ലേ. കുറച്ച് കുരുമുളക്. റെജിയുടെ വെറൈറ്റി ചെമ്മീൻ കറി. അറിയിച്ചൊന്നല്ല തേങ്ങാപ്പാൽ ഏണേ. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കും. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടേ കൊളായ ഒന്നും പറയാൻ പാടില്ല. നല്ല കളറുണ്ടല്ലോ. സൂപ്പർ. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുക. അരവിൻ്റെ നല്ല മണമുണ്ട് കേട്ടോ. അമ്പാരിൻ്റെ നീങ്ങത്തെല്ലാം കറിയാക്കും. ആ കറിയല്ലേ ഞാൻ തട്ടിയിൽ പറ്റിക്കുന്നത്. അടുപ്പത്ത് വെച്ചിട്ടേ ഗ്യാസ് എത്തിക്കാം. ഇത് റെഡി ആവട്ടെ. ഓക്കെ. നീ എപ്പോൾ എനിക്ക് ചക്കക്കുരു തോരനാക്കി തരണേ? നല്ലോണം പറക്കട്ടെ. നേരത്തേക്ക് ചക്കക്കുരുന്ന് ഞാൻ വിടുന്നുണ്ട്. ഓക്കെ. ചെമ്മീൻ കറി നല്ല മണം വരുന്നുണ്ടല്ലോ പ്രിയേ. നല്ല ഇരുട്ടും മഴയാണ്. ഇവിടെ കറണ്ട് പോയിട്ടില്ല. അയ്യോ കറണ്ട് പോയിട്ട് ഫുള്ള് ഇരുട്ടായിട്ടേ. ഇരുട്ടത്തിലെ ജീവിയായിട്ടില്ല. ഇരുട്ടത്തുള്ള ജീവിതം. പിന്നെ ഒന്നാമത് ചെമ്മീൻ കറി നന്നായിട്ട് ആവണേ. ആവണേ വെയിറ്റ് ചെയ്യണം. കാണാനിറങ്ങില്ലേ? കാണാനിറങ്ങണ്ട്, തിന്നാനിറങ്ങണ്ട. നോക്കാം നമുക്ക് നല്ല ഇരുട്ടടിച്ച മഴയാണ്. മഴ പെയ്ത് മാനം തെളിഞ്ഞ നേരം. മഴ പെയ്യാൻ തുടങ്ങിയത്ര. ഇനിയിപ്പോ മാനം തെളിയാനൊക്കെ സമയത്ര എടുക്കും. ഉള്ളിയെല്ലാം വന്നിട്ടുണ്ടാവില്ലേ? ഉള്ളി വെന്ത് വരുന്നുണ്ട്. കാറ്റും മഴയാണ്. തേങ്ങാപ്പാൽ റെഡിയാക്കിനാ? ഞാൻ പോട്ട് കൊമ്പോട്ടി തേങ്ങാപ്പാൽ റെഡിയാക്കിയാ? തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജ്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പൊ നമ്മുടെ ചെമ്മീൻ കറിയിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അടിപൊളി. സൂപ്പർ. തിളക്കണ്ടേ? നന്നായി തിളക്കണ്ടേ? നോക്കാം എന്താവും. പുളിയിട്ടാ? തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ കുറച്ചല്ലേ പുളി വേണ്ടോന്ന്? ഇപ്പൊ ഫ്രിഡ്ജ് പുളി തേങ്ങാപ്പാൽ ഒഴിച്ച പാത്രത്തിൽ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒതിർത്ത് വെക്കാൻ മറന്നു. അയ്യോ ഒന്നിട്ട് നിന്റെ മോനും എൻ്റെ മോളെല്ലാം കൂടാ എൻ്റെ മൊബൈലിൽ ചാർജ് എടുക്കുന്നു. ഫോണ് കൊടുക്കും. നമുക്ക് ഇതിനടുത്ത് എത്രയാവും ചെയ്യുന്ന അറിയാം. കുമില ചാക്കായിട്ടും കിട്ടി. ഇവര് പണിക്കോയ എടുക്കാം. ഇടിമുട്ടും വന്നോലെ കുമ്പില് പന്തല്. ഇനി രാവിലെ ഉണ്ടായിരുന്നു ഇടിയെല്ലാം നല്ലോണം തീരുന്നേ. കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കും. കുതിർത്തൊക്കെ മറന്നു പോയതാണ്. ഇടിമുട്ടുന്നുണ്ടാ കുമ്പിലി. ഇതാ കുമ്പിലടി. കുറേ കുമ്പില് കൊണ്ടു. നമ്മുടെ ചെമ്മീൻ കറി റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ചോറും ചെമ്മീൻ കറിയും. ഉപ്പിടട്ടെ.
കണ്ണാണ്ടായി പോയാ. നാഗവല്ലി ആര് നീയാ? ഇതെന്താ മഴ നോക്കറോ? ഇന്ന് റെഡ് അലേർട്ട് ആയിരിക്കും മിക്കവാറും കേട്ടാ. എന്ത് അലേർട്ടാന്ന് രാവിലെ വരെ പ്രഖ്യാപിച്ചിട്ട. മിക്കവാറും ഇന്ന് റെഡ് അലേർട്ട് ആയിരിക്കും. പ്രതീക്ഷിക്കാത്ത മഴയാണ്. പെരുമഴയത്ത് പ്രജിയുടെ തേങ്ങാപ്പാൽ ഒഴിച്ച ചെമ്മീൻ കറി. ചെമ്മീൻ കറി നന്നായി തിളച്ച് വരുന്നു. അപ്പോൾ ചെമ്മീൻ കറിയിൽ ഉള്ളി വറുത്തത് നമ്മളിട്ട് മുറിച്ചിടുന്നുണ്ട്. നന്നായി തിളച്ചണേ. നല്ല മണമുണ്ട് കേട്ടോ എൻ്റെ ചെമ്മീൻ കറി. എന്താ മഴ അല്ലമ്മേ? ആന്ന് രാത്രിക്ക് തോട്ടിലെ വെള്ളത്തിന്റെ ഒച്ച കൊണ്ട് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വരെ കേൾക്കില്ല. രാത്രിക്ക് ഒരു അത്യാവശ്യം നല്ല മഴയാണ് കേട്ടോ. ഇന്ന് വെള്ളച്ചാട്ടത്ത് പോകാൻ കഴിയണേ. കുറയുന്നുണ്ടോ? ഇന്നലെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടാ. ടേസ്റ്റ് ഉണ്ടാ? സൂപ്പറാ. റെഡിയാണ്. ഇപ്പൊ നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് സവാള ചെറുതായി അരിഞ്ഞത് വറുത്തിടും. നമ്മുടെ കണ്ണൂർക്കാർ മിക്ക മീൻകറിയിലും ഉള്ളി വറുത്തിടും അല്ലേ പ്രജി? ഉള്ളി വറുത്തിട്ട് ചിക്കൻ കറിയിലും വറുത്തിടുന്നുണ്ട് ചില സമയം. നല്ല ടേസ്റ്റാണ്. ഇഷ്ടമല്ലേ? കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെമ്മീൻ കറിയിൽ കറിവേപ്പില ഇട്ടിട്ടുണ്ട് പ്രജി. അപ്പോൾ നമുക്ക് ഉള്ളി നന്നായി വറുത്തിട്ട് ഉള്ളി നന്നായി ബ്രൗൺ കളറാവുന്നവരെ വറുത്തെടുക്കും. മഴ കുറച്ച് തോർന്നിട്ടുണ്ട്. നമ്മളെ സുന്ദരി പൂച്ച മഴയായതുകൊണ്ട് ഇത് ഉള്ളിൽ കയറി നിന്നിട്ടുണ്ടേ. ആയാണേ എന്നോടാ ആയാ ബ്രൗൺ കളറായി വരുന്നുണ്ട് കേട്ടോ. നല്ല ബ്രൗൺ കളറായതിനു ശേഷം നമുക്ക് ഈ ചെമ്മീൻ കറിയിൽ വറുത്തിടാം. അപ്പോൾ നമ്മുടെ ഉള്ളി ബ്രൗൺ ഈ ഒരളവിൽ മതി. ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. സൂപ്പർ. അപ്പോൾ നമ്മളെ ചെമ്മീൻ കറി റെഡി ആയില്ലേ? റെഡിയായി.